നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും അവരെത്ര പ്രഷ്യസ് ആണ് അല്ലെങ്കിൽ എത്ര വിലപ്പെട്ടവരാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നവരെയോ വെറുപ്പിക്കുന്നവരെയോ നമ്മൾ ഓർത്ത് വയ്ക്കും. ഒട്ടുമിക്ക വ്യക്തികളെയും നമ്മൾ മറന്നു പോകും. കാരണം ജീവിതം എന്നത് ഒരു യാത്രയാണല്ലോ. ഈ യാത്രയിൽ പലരെയും കണ്ടുമുട്ടുന്നു. എത്രയോ പേർ സ്ട്രേഞ്ചേഴ്സാണ്. അവരാരെന്നോ എന്തെന്നോ നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. എന്നാൽ നമ്മളെ വേദനിപ്പിക്കുന്നവരെയും അല്ലെങ്കിൽ നമ്മൾ വെറുക്കുന്നവരെയൊക്കെ നമ്മൾ അത്ര പെട്ടെന്നൊന്നും മറക്കുകയില്ല. സ്പിരിച്വാലിറ്റിയുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഓരോ വ്യക്തികൾക്കും അവരൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു വിലപ്പെട്ട ഭാഗം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അവരെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ജീവിതമെന്ന ഈ നാടകത്തിൽ അവരോരോരുത്തരും ഓരോ കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങൾ ഇല്ലെങ്കിൽ ഈ കഥയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതമെന്ന ഈ ഒരു കഥയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകും, എവിടെയെങ്കിലുമൊക്കെ. ഒരുപക്ഷെ നമ്മളുടെ വീടിനകത്താകാം, അല്ലെങ്കിൽ വീടിന് വെളിയിലാകാം, ഓഫീസിലോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്തോ കോളേജിലോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് പോകുന്ന വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഒത്തിരി നമ്മളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് സ്വാധീനം ചെലുത്തിയ വ്യക്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇന്നും നമ്മൾ മറന്നു പോകാതെ ഓർത്തു വയ്ക്കുന്നവരുണ്ടാകും. ഞാൻ സ്പിരിച്വാലിറ്റിയെ പറ്റി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കഴിഞ്ഞ 3 എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്താണ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആത്മീയത, അതൊരു മതത്തിൻ്റെയും ഭാഗമല്ല. നമ്മൾ ഒരിക്കലും മതത്തെ പറ്റിയല്ല സംസാരിക്കുന്നത്. വളരെ വിശാലമായ നമ്മളുടെ ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് മൂലം നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അലങ്കോലമായി കിടക്കുന്ന ജീവിതത്തെ ഒരുക്കിയെടുക്കുന്നതാണ് ആത്മീയത എന്ന് ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. പിന്നീടുള്ള എപ്പിസോഡുകളിൽ ഞാൻ വീണ്ടും നിങ്ങളോട് പറഞ്ഞിരുന്നു ആത്മീയതയ്ക്ക് ഒരു ആത്മീയ ഗുരുവിൻ്റെ സാന്നിധ്യം ഒത്തിരി അത്യാവശ്യമാണെന്ന്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് നമ്മളുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തികളും അവരൊക്കെ ഒരു വിധത്തിൽ നമ്മളുടെ അധ്യാപകർ തന്നെയാണ്. അത് കൊച്ചുകുട്ടി മുതൽ വൃദ്ധരായവർ വരെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്.